ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് ഒരുക്കമായ 25 നോമ്പിൻ്റെ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 23-ാം ദിവസം പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 17-ാമത്തെ തിരുവചനമാണ്. 17-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്: അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അവർ എന്ന് പറയുന്നത് ആട്ടിടയന്മാരാണ്. യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് ഈ ലോകത്തിൽ ആദ്യമായി ആ വാർത്ത അറിയുന്നത് ആട്ടിടയന്മാരാണ്. ദൈവം അത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ പിറവിയെക്കുറിച്ച് അറിയുന്നവരാണ്. ഈ പിറവിയെ മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ ഈശോയെക്കുറിച്ച് കേട്ടവരാണ്. നമ്മൾ ഈശോയെ അറിയുന്നവരും നമ്മൾ ഈശോയെ അനുഭവിക്കുന്നവരാണ്. എന്ന ഇടയന്മാർ ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അവരെന്താണ് ചെയ്തത്? ആ കാര്യം മറ്റുള്ളവരെ അവർ അറിയിച്ചു. എന്ന് അനേകം വർഷമായി ഈശോയെ കേൾക്കുന്ന, അനേക വർഷമായി ഈശോയെ തിരിച്ചറിഞ്ഞ, അനേക വർഷമായി ഈശോയെ അനുഭവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഈശോയെ ഇടയന്മാർ ചെയ്തതുപോലെ മറ്റുള്ളവരോട് അറിയിക്കാൻ, ഈശോയെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, നീ മറ്റുള്ളവരുടെ കാര്യം പറയാൻ, ഈശോ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, ഈശോ നിന്നെ രക്ഷിക്കുമെന്ന്, ഈശോ നിന്നെ അനുഗ്രഹിക്കുമെന്ന്, ഈശോ നിനക്ക് വിടുതൽ തരുമെന്ന് ഇടയന്മാർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു വലിയ അനുഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ ഇടയന്മാരുടെ ശൈലി നമ്മുടെ ശൈലിയായി മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ മറ്റുള്ളവർക്ക് അറിയിക്കാനുള്ള നല്ല വഴിയാണ് നമ്മുടെ അന്യദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരോടൊക്കെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ, അവരോടൊക്കെ ഈശോയെക്കുറിച്ചൊന്ന് പറഞ്ഞ് ശീലിക്കുക. ആദ്യം സ്വന്തം വീട്ടിൽ പറയുമ്പോൾ, പിന്നെ അയൽപ്പക്കത്ത് പറയുമ്പോൾ, നമ്മുടെ ഇടവ കൂട്ടായ്മയിൽ പറയുമ്പോൾ, പിന്നെ കണ്ടുമുട്ടുന്ന അനേകരോട് പറയാൻ സാധിക്കും. ഞാൻ ഇതുവരെയും ഈശോയെ പറയാത്ത വ്യക്തിയാണെങ്കിൽ, ഈശോയെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ, ഈശോയുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒരിടത്തും പങ്കുവയ്ക്കാത്ത വ്യക്തിയാണെങ്കിൽ, പങ്കുവയ്ക്കലിന് അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചു തന്നാൽ നിങ്ങളുടെ ഓരോ വിലയേറിയ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി താബോർ അന്യദിന ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ശനിയാഴ്ച ശുശ്രൂഷയിലും ഈ നിയോഗം വെച്ച് പ്രത്യേകമായി പ്രാർത്ഥിക്കും. ഈശോയെ, ഇടയന്മാരെ പോലെ ഞാൻ അങ്ങയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും. മറ്റുള്ളവർ അങ്ങയെക്കുറിച്ച് അറിയണം. അവരും ഈ രക്ഷകനെ തിരിച്ചറിയണം. ഈ ഒരു വലിയ കൃപ നീ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. തിരുവസ്തുരവനായ യേശോയെ, 23-ാം ദിവസമായി ഇന്ന് ഈ ദൈവികാരുടെ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം മുഴുവനെയും കുടുംബം മുഴുവനെയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരെയും അവിടുത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം കർത്താവെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളൊരു അഭിഷേകമുള്ള വ്യക്തിയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇടയന്മാർ അങ്ങയെക്കുറിച്ച് കേട്ട കാര്യങ്ങൾ പങ്കുവെച്ചതുപോലെ, അനേകരോട് പറഞ്ഞതുപോലെ, ഈശോയെ അങ്ങയെക്കുറിച്ച് പലരോടും പറയുന്നൊരു അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ കൊടുക്കുന്നവരാകാൻ, ഈശോയുടെ സാക്ഷിയായി മാറാൻ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഈ സമയം യേശുവേ 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 എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ 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 ആരാധന ആരാധന
യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന. യേശു തരുന്ന ആശ്രമാത് നമ്മൾ സ്വീകരിക്കുകയാണ്. നമുക്കൊരു നിമിഷം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് യേശു തരുന്ന ആശ്രമാത്തിലേക്ക് പ്രവേശിക്കാം. യേശുവേ 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 ഹല്ലേലൂയ യേശുവേ ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന എന്നുമെന്നും അങ്ങേക്കാരാധന.